ഇവിടെ എന്റെ വാപ്പ വരുന്നേ. കളിച്ചാ മോനെ നേരായില്ലേ? എവിടെ മറ്റേ ചെയ്ത്താൻ? ആര്? വയസ്സാം കാലത്തിന്റെ മജ്ജത്തെടുക്കാൻ ഉണ്ടായ കുരിപ്പോടെ. ഞങ്ങളാരും കണ്ടിട്ടില്ല. അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. പഞ്ചൊക്കെ മുറിച്ചോട്ട് ഈച്ചല്ലാന്ന് പറഞ്ഞാലേ നമ്മള് വിശ്വസിക്കൂല. നിങ്ങള് പന്തളിച്ചാൻ പോവാണെങ്കിൽ അവിടെ ജാസർ ഉണ്ടാവുന്നുള്ള എനിക്കറിയാലോ. ഓനെ നിങ്ങളൊപ്പം ഉണ്ടെന്ന് എനിക്കറിയാം. ഓനെ നമ്മള് പിടിച്ചോളാം. അതിരിക്കട്ടെ മക്കളെ, വൈകുന്നേരം ഈ കാൽസറായും സൂസ് ഇട്ടാണ് കളിച്ചാൻ പോയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? പെരിയിലെ പട്ടിണി മാറുവാ? നിങ്ങൾ മുറുക്കാൻ നിങ്ങൾക്ക് എന്താ കിട്ടുക? പെരിയത്തെ പട്ടിണി മാറുവോ? മാണ്ടൻക്ക് നിങ്ങളൊപ്പം കൂട്ടുകൂടി ഇറന്നിട്ട് എന്റെ ജാസർ ബടക്കായത്. എന്റെ ബാപ്പണ്ടല്ല മൈമുട്ടി, ഓ ഇന്നാൾ ഇന്നെ കണ്ടപ്പോ ചോദിച്ചാ എന്റെ മോനെ ഫുട്ബോൾ കോച്ചിങ്ങിന് പറഞ്ഞയച്ചൂടെന്ന്. അനക്കും എന്റെ ബാപ്പാക്കും പിരാന്ത് മാറിയിട്ടില്ലേ? ശരിയാണ് മതിയങ്ക. നിങ്ങളെ മോനെ ഏതെങ്കിലും ഫുട്ബോൾ കോച്ചിങ്ങിന് കൊണ്ടാക്കിയ മോൻ സ്റ്റേറ്റ് പ്ലെയർ ഒക്കെ ആവും. എന്താവും? കേരളത്തിലെ നമ്പർ 1 കളിക്കാരനാവും. എന്റെ വാപ്പാക്ക് അന്നെ കളിച്ചാൻ വിട്ടൂടെ? യാസറിന്റെ മാതിരി കളിക്കാരെന്നുണ്ടെങ്കിൽ എന്റെ വാപ്പനെ ഉഗാണ്ടിക്ക് പറഞ്ഞയച്ചല്ല. എന്നാലേ ഓൻ കളിച്ചു കൊടുത്താൽ എന്റെ പെരിയിലെ പട്ടിണി ഇപ്പൊ അങ്ങനെ മാറണ്ട. ഫൈസലെ പുളിയറുമ്പട അന്റെ പുളിയറുമ്പ് ഞാൻ തട്ടിത്തരടാ. അവിടെ നിക്കടാ. ഈ കിളവന്റെ 3ാം കെട്ടിൽ ഉണ്ടായതാണ് യാസർ. ഓന്റെ ഭാഗ്യദോഷം എന്താ? ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ 1 മുതൽ വെന്നിയൂര്. അല്ലാ, ഇത് ഇവിടെയും തുടങ്ങിയ ഇനി എന്റെ പുള്ളിപ്പച്ച് തീറ്റി കിട്ടാതെ ചാകണ കോല. എന്താ വിദ്യാങ്ക കളിക്കുള്ള ടിക്കറ്റ് എടുക്കുക? ഫോൺ ഓണാക്കിയാണ്ടേ QR കോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാം. എന്തേ ഞങ്ങൾ ടിക്കറ്റ് എടുത്തല്ല? ഈ കുരിപ്പാള് ഇവിടെയും വന്നോ? ഏത് കുരിപ്പാള്? ഈ ടൂർണമെന്റ് കഴിഞ്ഞ കൊല്ലം തിരങ്ങാടി ഈ ടൂർണമെന്റ് നടന്ന സമയത്ത് എന്റെ പജ്ജിന് പുല്ലരിയാനും വെള്ളം കാട്ടാനും ജാസറിനെ കിട്ടിയിട്ടില്ല. ഇപ്പതാ ബന്നുപറമ്പിലും ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഇതിങ്ക 4 കൊല്ലം മുമ്പേ ജാസറിന്റെ ഉമ്മ തിത്തിന്താത്താന്റെ തലയിലെ തേങ്ങ വീണാണ് തലവെട്ടി പൊട്ടിയപ്പോ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസക്ക് നട്ടോട്ട് ഓടിയപ്പോഴേ നിങ്ങൾക്ക് പൈസ ഒന്ന് സഹായിച്ചതാരാ? അതാ സൗദി അറേബ്യയിലെ കുട്ടികളല്ലേ? അല്ലേ? ആണോ? ആണ്. BPS ആണ്. ആ കുട്ടികളെ സമയത്ത് സഹായം ചെയ്തുകൊണ്ട് എന്റെ പെണ്ണുങ്ങൾ രക്ഷപ്പെട്ട്. എന്നാലേ VPS ആണ് ഈ കളി നടത്തുന്നത്. ഓരോ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ 2-3 മാസമായിട്ട് ഓടി നടക്കണമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊന്നും ഓരോ പെരിക്ക് ചെലവിന് കൊണ്ടുപോകാനല്ല, ഇങ്ങനെ ഓരോന്ന് നടത്തിയിട്ട് ഇതിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താനാണ്. നമ്മളെ ചെറുപ്പക്കാര് എന്റർടൈൻമെന്റിന് വേണ്ടി ചെലവാക്കുന്ന പണത്തിന് പകരം നല്ലൊരു കളി സമ്മാനമായിട്ട് നൽകണം. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഇവർ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നമ്മൾ അറിഞ്ഞില്ലല്ലോ കുട്ടിയെ. അറിയില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോ VPSന്റെ പേര് പറഞ്ഞാൽ 100 ആളുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി വെച്ചാലേ അതിന് പങ്കെടുക്കാൻ ആരും ഉണ്ടാവില്ല, ആരുടെ അടുത്തും പൈസ ഉണ്ടാവില്ല. എന്നാ എനിക്ക് കൊടുത്തൊരു ടിക്കറ്റ് എത്ര പൈസ? സീസൺ ടിക്കറ്റിന് 1000 റുപ്യല്ലേ ഉള്ളൂ. 1000 റുപ്യ കളി കാണാനാ? ഒരു മാസത്തിന്. എന്നാ എനിക്ക് കൊടുത്തോ. അല്ല, അതിന് നിങ്ങൾ കളി കാണുമോ? അനക്കല്ല, എന്റെ മോന് ജാസറിന് കാണാനാ. നല്ലൊരു കാര്യല്ലേ? അപ്പൊ കഴിഞ്ഞ കൊല്ലല്ലേ തിരങ്ങാടിക്ക് കളി കാണാൻ പോയി യാസറിനെ നിങ്ങൾ തെങ്ങുമ കെട്ടിയിട്ട് തച്ചത്? അത് അന്നല്ലേ. ഇത് BPSന്റെ കളിയല്ലേ? ഇത് അവനെ കൊണ്ട് ഞാൻ കാണിച്ചു. ഇതാ ഈ QR കോഡേ സ്റ്റേഡിയത്തിനടുത്തുള്ള കൗണ്ടറിലെ ഒന്ന് കാണിച്ചാൽ മതി. അപ്പൊ ഓരോ ടിക്കറ്റ് തരും. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് യാസറിനെ കളി കാണാൻ കയറാം. അത് നിങ്ങളെ ജാസറിന് കൊടുത്താളി. ആയിക്കോട്ടെ. ഇതിക്കാ നിങ്ങളെ മോൻ ജാസറേ നല്ലൊരു കളിക്കാരനാണ്. ഓനൊരു കോച്ചിങ് കൊടുത്താലേ നമുക്ക് ഇന്ത്യന്റെ കളിക്കാരനാക്കി മാറ്റാം. ഇപ്പൊ ഈ ഫുട്ബോൾ കളി നടത്തിയിട്ട് ലാഭം ഉണ്ടായാലേ അടുത്തെല്ലാം വെന്നിയൂര് ഒരു ഫുട്ബോൾ അക്കാദമി തുടങ്ങാൻ വേണ്ടിട്ട് നമുക്ക് VPSനോട് പറയാം. ഇത് പന്തളിച്ചിന കുട്ടികൾക്ക് നല്ലൊരു കാര്യമാണ്.